നമസ്കാരം. വിവാദപരമായ നവകേരള സദസ്സ് രക്ഷാപ്രവർത്തന കേസ് പൂർണ്ണമായും അട്ടിമറിച്ചെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലിന് പിന്നാലെ അജിത് കുമാറിനെതിരെ കടുത്ത നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. SIT സമർപ്പിച്ച ഗുരുതരമായ റിപ്പോർട്ട് സംസ്ഥാന DGP ഇന്നലെ രാത്രി തന്നെ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി കഴിഞ്ഞു. ഈ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മുന്നിലേക്ക് എത്തുന്നതോടെ അജിത് കുമാറിന്റെ കസേര തെറിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കേസിൽ DGPയുടെ അടുത്ത നീക്കം അതിവേഗത്തിലാണ്. റിപ്പോർട്ടിൽ ഉടൻ തന്നെ നിയമോപദേശം തേടാനും ആഭ്യന്തരമന്ത്രി നേരിട്ട് മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുമുള്ള അടിയന്തര നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ ഗൺമാന്മാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരും കാണിച്ച അതിക്രമക്കേസ് ഉന്നത സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചുവെന്നാണ് SITയുടെ പ്രധാന കണ്ടെത്തൽ. നടപടി വൈകിയാൽ അടുത്ത മാസങ്ങളിൽ MR അജിത് കുമാറിന് പോലീസിലെ ഏറ്റവും ഉയർന്ന പദവിയായ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. അത് തടയാൻ കൂടിയാണ് അന്വേഷണ സംഘവും DGPയും കടുത്ത തെളിവുകളോടെ ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ കൈമാറിയിരിക്കുന്നത്. എന്താണ് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട കേസെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിപ്പടയും ആഡംബര ബസ്സിൽ നവകേരള സദസ്സിനായി ആലപ്പുഴയിലൂടെ കടന്നു പോകുമ്പോൾ ജനാധിപത്യപരമായി കറുത്ത കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ജീവനക്കാരും ചേർന്നാണ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്. പ്രതിഷേധക്കാരെ റോഡിലിട്ട് ചവിട്ടുകയും ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയും ചെയ്ത രംഗങ്ങൾ മാധ്യമങ്ങൾ തത്സമയം പുറത്തുവിട്ടതായിരുന്നു. എന്നാൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞത് അത് അക്രമമല്ല, തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നാണ്. ഇത്തരത്തിലുള്ള ന്യായീകരണത്തെ തുടർന്ന് ഈ സംഭവത്തിൽ കോടതി ഇടപെട്ട് ഗൺമാന്മാർക്കെതിരെ കേസെടുക്കാനായി ഉത്തരവിടുകയായിരുന്നു. കോടതി ഉത്തരവുണ്ടായിട്ടും കേസ് അന്വേഷിച്ച പ്രാദേശിക പോലീസിനെ ഭീഷണിപ്പെടുത്തിയും കേസ് ഡയറി തിരുത്തിയും ഗൺമാന്മാരുടെ പേരുകൾ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയും അട്ടിമറി നടത്തിയത് MR അജിത് കുമാർ ആയിരുന്നു. അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാരെ നേരിട്ട് ഉപയോഗിച്ച് കേസ് ഡയറി മാറ്റി എഴുതിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് കേസ് ഇല്ലാതാക്കാൻ നോക്കിയെന്നാണ് SIT ഇപ്പോൾ തെളിവ് സഹിതം DGPക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. MR അജിത് കുമാർ എന്ന IPS ഉദ്യോഗസ്ഥന്റെ സർവീസ് ചരിത്രം പരിശോധിച്ചാൽ അത് അട്ടിമറികളുടെയും രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെയും ഒരു വലിയ പുസ്തകമാണ്. കേരള പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ഇരുന്നുകൊണ്ട് പിണറായി വിജയന്റെ രാഷ്ട്രീയ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രം പണിയെടുത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. തൃശൂർ പൂരം അനാവശ്യമായി പോലീസ് ഇടപെട്ട് അട്ടിമറിക്കുകയും അതിലൂടെ BJPക്ക് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വഴിയൊരുക്കുകയും ചെയ്തതിന്റെ പ്രധാന ശില്പി MR അജിത് കുമാർ ആയിരുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. പൂരം അട്ടിമറിച്ച സമയത്ത് അജിത് കുമാർ നഗരത്തിൽ ഉണ്ടായിരുന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഭരണപക്ഷത്തെ പ്രമുഖ നേതാക്കൾ വരെ പരസ്യമായി പറഞ്ഞു. സ്വകാര്യ സന്ദർശനത്തിന്റെ മറവിൽ RSS ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളയുമായി കോവളത്തും തൃശൂരിലും വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് വലിയ തെളിവുകളോടെ പുറത്തുവന്നു. പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് അജിത് കുമാർ ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നത് പരസ്യമായ രഹസ്യമാണ്. ഭരണപക്ഷ MLA ആയിരുന്ന PV അൻവർ നിയമസഭയിലും പുറത്തും വെച്ച് MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കൽ, വയർലെസ് സന്ദേശങ്ങൾ ചോർത്തൽ, രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ ചോർത്തൽ, കൊലപാതക കേസുകൾ അട്ടിമറിക്കൽ തുടങ്ങിയ രാജ്യദ്രോഹപരമായ കുറ്റങ്ങളായിരുന്നു. പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഉയർന്ന ഉന്നത അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ നീക്കം തടയാനും തടസ്സങ്ങൾ സൃഷ്ടിക്കാനും മുന്നിൽ നിന്നത് അജിത് കുമാറിന്റെ ഓഫീസായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഭരണം മാറിയിട്ടും അല്ലെങ്കിൽ പോലീസിൽ എന്ത് അഴിമതി നിയമലംഘനവും നടന്നാലും MR അജിത് കുമാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പോഴും പോലീസിന്റെ തലപ്പത്ത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? MR അജിത് കുമാർ സർവീസിൽ തുടരുകയും പോലീസ് സേനയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതിന് സമമാണ്. പോലീസ് സേനയിലെ നല്ലവരായ ഓഫീസർമാരുടെ വീര്യം കെടുത്താനും പിണറായി വിജയന്റെ കാലത്തെ സകല അഴിമതി കേസുകളുടെയും തെളിവുകൾ നശിപ്പിക്കാനും അജിത് കുമാറിന് ഈ പദവിയിൽ തുടരേണ്ടതുണ്ട്. പിണറായി വിജയന്റെ അടിമയായി പ്രവർത്തിച്ച അജിത് കുമാറിന് പോലീസുകാരുടെ മേലുള്ള നിയന്ത്രണം പോയാൽ സഖാക്കൾ ചെയ്ത പല അനധികൃത ഇടപാടുകളുടെയും കള്ളക്കളി വെളിച്ചത്താകും. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി DGP അജിത് കുമാറിനോട് കാരണം കാണിക്കൽ കത്ത് ചോദിച്ചപ്പോൾ താൻ ആ സമയത്ത് ചൂരൽമല ദുരന്ത രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലായിരുന്നു എന്ന ബാലിശമായ ന്യായീകരണമാണ് നൽകിയത്. എന്നാൽ വയനാട്ടിലിരുന്ന് ഫോൺ വഴി സ്വന്തം ഓഫീസിലെ 2 ഗ്രേഡ് SIമാരെ കൊണ്ട് ആലപ്പുഴയിലെ കേസ് ഡയറി തിരുത്തിച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകൾ SIT കണ്ടെടുത്തിട്ടുണ്ട്. ഫോൺ കോൾ റെക്കോർഡുകളും വാട്സ്ആപ്പ് മെസ്സേജുകളും ഉൾപ്പെടെ തള്ളിപ്പറയാൻ പറ്റാത്ത ശക്തമായ തെളിവുകളാണ് അന്വേഷണ സംഘം DGPക്കും ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ വെച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ എന്നാൽ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി നിയമവും സമാധാനവും സംരക്ഷിക്കേണ്ടവരാണ്. അല്ലാതെ ഏതോ രാഷ്ട്രീയ യജമാനന്മാരുടെ വീട്ടുപടിക്കൽ കാവൽ നിൽക്കാനും അവരുടെ ക്രിമിനൽ ഗൺമാന്മാരെ രക്ഷിക്കാനുമുള്ളവരല്ല. IPS ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം കേസ് അട്ടിമറികൾ
ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പുതിയ BNS വകുപ്പുകൾ പ്രകാരവും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ, തെളിവ് നശിപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ADGP MR അജിത് കുമാറിനെ വെറും ഒരു കാരണം കാണിക്കൽ നോട്ടീസിൽ ഒതുക്കാതെ അടിയന്തരമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം. അതിനുശേഷം അദ്ദേഹത്തെ DGP റാങ്കിലേക്ക് ഉയർത്താനുള്ള നീക്കം പൂർണ്ണമായും തടയുകയും കേസ് അട്ടിമറിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും ക്രിമിനൽ കേസിൽ പ്രതിയാക്കി വിചാരണ ചെയ്യുകയും വേണം. പിണറായി വിജയന്റെ ആഭ്യന്തര ഭരണം ഇപ്പോഴും പോലീസിൽ തുടരുന്നു എന്ന നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ നിലവിലെ സർക്കാരും ആഭ്യന്തര മന്ത്രാലയവും അജിത് കുമാറിനെ വെച്ച് താമസിപ്പിക്കാതെ കടുത്ത നടപടി സ്വീകരിക്കണം. പോലീസിലെ ക്രിമിനലുകളെയും അട്ടിമറി വീരന്മാരെയും പൂട്ടി നിയമവാഴ്ച പുനഃസ്ഥാപിക്കാൻ സർക്കാരിന് കഴിയണം.